ഇപ്പോൾ ലഭിക്കുന്ന സുപ്രധാനമായിട്ടുള്ളൊരു വാർത്ത, ബ്രിട്ടന്റെ F-35 വിമാനം 12 ദിവസമായി നമ്മുടെ തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്ത് അവിടെ തന്നെ മഴയും വെയിലും കൊണ്ട് കിടക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ F-35 എങ്ങനെ കൊണ്ടുപോകുമെന്നറിയാതെ ഉഴലുകയാണ് ബ്രിട്ടൻ. ഉടനെ തന്നെ വിമാനത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താനായി ഒരു സംഘം ബ്രിട്ടനിൽ നിന്ന് എത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പോരാത്തതിന് C-17 വിമാനത്തിൽ ഈ യുദ്ധവിമാനം F-35 രഹസ്യങ്ങളൊന്നും ഇന്ത്യ ചോർത്തിയെടുക്കാതെ തന്നെ ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകാമെന്ന ബ്രിട്ടന്റെ വ്യാമോഹവും ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. ഈ വിമാനം നമ്മുടെ എയർഫോഴ്സ് ഇലക്ട്രോണിക് ലോക്ക് ചെയ്തിരിക്കുകയാണ് എന്നുള്ളൊരു അനൗദ്യോഗികമായിട്ടുള്ളൊരു വിവരം പുറത്തു വരുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ ഇന്ത്യൻ വ്യോമസേനയുടെ സമ്മതമില്ലാതെ ഈ വിമാനം അവിടെ നിന്നും ഒരടി അനക്കാനായി ബ്രിട്ടന് സാധിക്കില്ല. പോരാത്തതിന് ഒരുപാട് ദുരൂഹതകൾ ഈ വിമാനത്തെ ചുറ്റിപ്പറ്റിയുണ്ട്. ഈ വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സിലെ ഒരു പാർട്ട് കാണാനില്ല. വിമാനത്തെ ഒന്ന് തൊടാൻ പോലും വിമാനത്തിൻ്റെ വൈമാനികൻ സമ്മതിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു സുപ്രധാനമായിട്ടുള്ള കാര്യം. ഹാങ്കറിലേക്ക് വിമാനം മാറ്റാനായി സമ്മതിക്കുന്നില്ല. പോരാത്തതിന് ആ വിമാനത്തിന് അറ്റകുറ്റപ്പണികൾ ഉണ്ടായിട്ടുണ്ട് മഴയും വെയിലും കൊണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ C-17 എന്ന് പറയുന്ന ബ്രിട്ടന്റെ വിമാനം ഇങ്ങോട്ടേക്ക് വരാൻ തയ്യാറെടുത്തപ്പോൾ ഇന്ത്യ പറഞ്ഞു, അത് വേണ്ട, C-17 ഇങ്ങോട്ടേക്ക് വരണ്ട, നിങ്ങളുടെ ആ C-17 ഇങ്ങോട്ടേക്ക് വരുന്നത് ഞങ്ങൾ അനുവദിക്കില്ല, ഞങ്ങളുടെ വിമാനത്തിൽ നിങ്ങളുടെ ഈ വിമാനം അങ്ങോട്ടേക്ക് എത്തിച്ചു തരാം, അതിനുള്ള ചിലവ് വഹിച്ചാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ഈ ബ്രിട്ടീഷ് യുദ്ധവിമാനത്തിന് പിന്നാലെ റഷ്യൻ നിർമ്മിത വിമാനവും തലസ്ഥാനത്ത് ലാൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ കാരണം ദുരൂഹമാണ്. എന്തുകൊണ്ടാണ് റഷ്യൻ നിർമ്മിത വിമാനം നമ്മുടെ രാജ്യത്തേക്ക് പറന്നിറങ്ങിയത്, അതും ഈ F-35 കിടക്കുന്ന തിരുവനന്തപുരത്ത് തന്നെ പറന്നിറങ്ങിയത് എന്നുള്ളത് ദുരൂഹമായിട്ട് വിലയിരുത്തപ്പെടുന്നു. പോർ വിമാനങ്ങളുടെ നിരീക്ഷണ പറക്കലിന് പിന്നാലെ വ്യോമസേനയുടെ ചരക്ക് വിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തി. ഇന്നലെ രാത്രി 8:30 ഇലൂഷൻ IL-76 എന്ന വിമാനമാണ് എത്തിയത്. വ്യോമസേനയുടെ ഏറ്റവും വലിയ ചരക്ക് വിമാനമാണ് എത്തിയത്. റഷ്യൻ നിർമ്മിത വിമാനമാണ് ഇലൂഷൻ. തലസ്ഥാനത്തെത്തിയത് എന്തിനാണെന്നുള്ള വിവരം അധികൃതർ പുറത്തുവിട്ടിട്ടില്ല. ഈ റഷ്യൻ വിമാനം, അതായത് ഈ റഷ്യൻ നിർമ്മിത വിമാനം ഇന്ത്യയിലേക്ക് തിരുവനന്തപുരത്തേക്ക് വന്നത് ഈ F-35യുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പ്രവൃത്തി നടത്താനാണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയ അമേരിക്കൻ നിർമ്മിത F-35 ബ്രിട്ടീഷ് യുദ്ധവിമാനം എയർ ഇന്ത്യ ഹാങ്ങറിലേക്ക് മാറ്റുമെന്നുള്ള റിപ്പോർട്ടുകൾ ഇതോടുകൂടി പുറത്തു വരുന്നു. വിമാനത്തിന്റെ സാങ്കേതിക തകരാർ പരിഹരിക്കുന്നതിന് ബ്രിട്ടനിൽ നിന്നുള്ള എഞ്ചിനീയർമാർ ഉൾപ്പെടെ വിദഗ്ധ സംഘം എത്തിയ ശേഷം ഇവരുടെ കൂടി സാന്നിധ്യത്തിലായിരിക്കും മാറ്റുക എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഈ വിമാനം, അതായത് ഈ റഷ്യൻ നിർമ്മിത ഇലൂഷൻ എന്ന് പറയുന്ന വിമാനം, ഈ വിമാനത്തിനൊരു പേരുണ്ട്. ഈ ഇലൂഷൻ എന്ന് പറയുന്ന വിമാനത്തിന് ഗജരാജൻ എന്നാണ് ഈ വിമാനത്തിനെ വിളിക്കുന്നത്. ഈ വിമാനമാണ് ഇപ്പോൾ ഈ F-35നെ കിടക്കുന്ന ഈ വിമാനത്താവളത്തിൽ ദുരൂഹമായി എത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.